സ്ഥാപനത്തിലെ ഉടമയുടെയും ഉപഭോക്താക്കളുടെയും പ്രശംസയും വിശ്വാസ്യതയും നേടിയെടുത്ത ജീവനക്കാരി. ആ വിശ്വാസം മുതലെടുത്ത് അവൾ നടത്തിയ തട്ടിപ്പും മോഷണവും എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുകയാണ്. കൊട്ടാരക്കര ചെങ്ങമ്മനാട് പ്രവർത്തിക്കുന്ന മണിരത്നം സ്വർണ്ണപ്പണയ സ്ഥാപനത്തിലായിരുന്നു മോഷണം. പട്ടാടി സ്വദേശിനിയും സ്ഥാപനത്തിലെ റീജിയണൽ മാനേജറുമായ ആര്യ മോഹനാണ് മോഷണം നടത്തിയത്. സ്ഥാപന ഉടമയുടെ പരാതിയിൽ കൊട്ടാരക്കര പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. ആര്യയും ഭർത്താവും സംസ്ഥാനം വിട്ടെന്നാണ് സൂചന. ഒൻപത് മാസമായി ആര്യ സ്വർണ്ണപ്പണയ സ്ഥാപനമായ മണിരത്നത്തിൽ ജോലി ചെയ്തു വരികയായിരുന്നു. 19-ന് സ്ഥാപനത്തിൽ നടത്തിയ ഓഡിറ്റിംഗിൽ 263 ഗ്രാം പണയ സ്വർണം ലോക്കറിൽ നിന്നും നഷ്ടമായതായി കണ്ടെത്തി. സ്ഥാപനോടമ CCTV പരിശോധിച്ചപ്പോൾ ആര്യ മോഹൻ സ്വർണം അപഹരിക്കുന്ന ദൃശ്യങ്ങൾ ലഭിച്ചു. ചോദ്യം ചെയ്തപ്പോൾ യുവതി കുറ്റം സമ്മതിക്കുകയും ചെയ്തു. കവർച്ച ചെയ്ത സ്വർണ്ണാഭരണങ്ങൾ ആര്യ സമീപത്തുള്ള മറ്റ് സ്വർണ്ണപ്പണയ സ്ഥാപനങ്ങളിൽ പണയപ്പെടുത്തി പണം വാങ്ങിയിരുന്നു. ഇതിന്റെ എല്ലാ രേഖകളും ആര്യ സ്ഥാപനോടമയ്ക്ക് കൈമാറി. ഒടുവിൽ ഭർത്താവിനെ വിളിച്ചു വരുത്തുകയും സ്വർണം തിരികെ നൽകാമെന്ന ഉറപ്പിന്മേൽ ഇരുവരും സ്ഥാപനത്തിൽ നിന്നും പോവുകയുമായിരുന്നു. തുടർന്നുള്ള 2 ദിവസം സ്ഥാപനത്തിലെത്താതെയായ ആര്യയെ തിരക്കി ഇവരുടെ വീട്ടിലെത്തിയ മണിരത്നത്തിലെ ജീവനക്കാർ ശരിക്കും ഞെട്ടി. ആര്യ ആഡംബര ജീവിതം നയിച്ചു വരികയായിരുന്നുവെന്നും കാറുകൾ രൊക്കം പണത്തിന് വാങ്ങിയതായും ഇവർ മനസ്സിലാക്കി. ഉടൻ തന്നെ സ്ഥാപനം ആര്യക്കെതിരെ കൊട്ടാരക്കര പോലീസിൽ പരാതി നൽകുകയായിരുന്നു. 26 ലക്ഷം രൂപ വരുന്ന 263 ഗ്രാം സ്വർണ്ണാഭരണങ്ങളാണ് ആര്യ മോഹൻ കവർന്നത്. ലോക്കറിൽ 22 കവറുകളിലാക്കി സൂക്ഷിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങൾ കവർച്ച ചെയ്യുന്ന ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു. ഒളിവിൽ കഴിയുന്ന ആര്യയ്ക്കും ഭർത്താവിനുമെതിരെ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ന്യൂസ് 18 കൊട്ടാരക്കര.